വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്തില്ലെങ്കിൽ എനിക്ക് കിട്ടിയ പോലെ ഒരു പണി നിങ്ങൾക്കും കിട്ടും. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ പേൾപിന്നിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ജാക്ക് മെഷീനെ പറ്റിയാണ് കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന ജാക്ക് F5 പറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇടയ്ക്കിടെ നോക്കിക്കൊണ്ടിരുന്നതാണ് ഞാൻ, ഓയിൽ കഴിഞ്ഞോ ഉണ്ടോ എന്നൊക്കെ. പിന്നെ എങ്ങനെയോ എന്തോ ഒരു തിരക്കിൽ അതങ്ങോട്ട് വിട്ടുപോയി, ഓയിലിൻ്റെ കാര്യമേ മറന്നുപോയി. അത് കാരണം എന്താണ്, തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മിഷ്യൻ നിന്നുപോയി. അപ്പോൾ ഓയിലിൻ്റെ കാര്യം ഞാൻ അപ്പോഴും ശ്രദ്ധിക്കണില്ല കേട്ടോ. പൊടി കയറിയിട്ടുണ്ടോ, ബോബിൻ സ്റ്റക്കായോ, അങ്ങനെയൊക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഓർമ്മ വന്ന സംഭവം, ഓയിലുണ്ടോ ഒന്ന് നോക്കിയേക്കാന്ന് കരുതി തുറന്ന് നോക്കിയ അങ്കമാണ് ഇപ്പോൾ കണ്ടത്. ഏതാണ്ട് ശർക്കര ഉരുക്കി ഒഴിച്ച പോലെയാണ് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിരുന്നത്. മൊത്തമായിട്ട് അങ്ങോട്ട് ഭയങ്കര ഡാർക്ക് കളറിൽ ഗ്രീസ് പോലെ ഇത് പിടിച്ചിട്ടേ അഴുക്കും പൊടിയും എല്ലാം കൂടെ കട്ട പിടിച്ചിരിക്കണമായിരുന്നു. അപ്പം നമ്മൾ വെറുതെ തുണിയെടുത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് തുടച്ച് കഴിഞ്ഞാൽ പോരൂലായിരുന്നു. അപ്പം ഞാനൊരു വീഡിയോയിൽ കണ്ടായിരുന്നു, സ്റ്റീലിൻ്റെ സാജിദാത്ത എന്ന് പറഞ്ഞ ഒരു ഇത്തയുടെ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു കേട്ടോ, സ്റ്റീലിൻ്റെ സ്ക്രബ് വെച്ച് ഇങ്ങനെ ഉരച്ച് തുടയ്ക്കണത്. ഇപ്പം ഞാൻ ഈ ഉരയ്ക്കുന്നതിൻ്റെ അടുത്തൊരു ഹോള് കണ്ടില്ലേ, ആ ഹോളിൻ്റെ അടുത്ത് ഒരു സ്ക്രൂ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെച്ചിരുന്ന സ്ക്രൂ ആണ്. അതിലൂടെയാണ് നമ്മൾ ഓയിൽ അടിയിലേക്ക് എടുക്കുന്നത്. വേറൊരു ബോട്ടിൽ അടിയിൽ പിടിച്ചിട്ട് ഈ സ്ക്രൂവിൻ്റെ ആ ഹോളിൽ കൂടിയാണ് എടുക്കുന്നത്. അപ്പോൾ സ്ക്രൂ അഴിച്ച് മാറ്റി വെച്ചേക്കണേ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ അതൊന്നും ആദ്യമേ ഓർത്തില്ല കേട്ടോ. അപ്പോൾ ചെയ്ത് ഇത്രയും ആയപ്പോഴാണ് ഓർക്കണത്. അപ്പോൾ ഞാനതാണ് ബോട്ടിലെ ഓയിലിൻ്റെ ആ ഒരു കണ്ടീഷൻ കാണിച്ചു തന്നത്. അങ്ങനത്തെ ഒരു കളറിലിരിക്കണം. നമ്മൾ നല്ല പച്ചവെള്ളം പോലത്തെ ഓയിൽ ഒഴിച്ചിട്ട് ലാസ്റ്റ് വരുന്നത് അങ്ങനത്തെ ഓയിലാണ്. പിന്നെ അതിൻ്റെ ഈ മെഷീൻ ഉറപ്പിക്കുന്ന ആ വാഷറാണ് ആ സൈഡിൽ വെച്ചേക്കണത് കേട്ടോ. അപ്പം ഞാൻ 3-4 പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഉരച്ചിട്ട് തുണി വെച്ച് തന്നെ തുണി വെച്ച് തുടച്ചെടുത്ത് ബാക്കിയുള്ള ഡസ്റ്റും നൂലിൻ്റെ കഷ്ണങ്ങളും എല്ലാം എല്ലാ വശത്തുനിന്നും ഞാൻ തുടച്ചൊക്കെ എടുത്തിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരിത്തിരി നല്ല ഓയിൽ തുണിയിൽ ആക്കിയിട്ട് ആ തുണി കൊണ്ടും കൂടി ഒന്ന് തുടച്ചെടുത്ത്, ഈ കുറഞ്ഞ എന്താ പറയുക പിള്ളേരുടെ ബ്രഷായത് കാരണം അധികം അങ്ങോട്ട് അമർത്തി ഉരച്ചിട്ടും അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് പോയിട്ടില്ല. ചെറുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഇപ്രാവശ്യം അങ്ങനെ പോട്ടെ എന്ന് ഓർത്തു. ഈ ഓയിൽ ടാങ്ക് മാത്രമല്ല കേട്ടോ ക്ലീൻ ചെയ്യണത്, അതിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്ന ആ വാഷറുണ്ടല്ലോ, മെഷീൻ ഫിറ്റ് ചെയ്യുന്ന ആ വാഷറെല്ലാം ഞാനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. റബ്ബറിൻ്റെ കഷ്ണങ്ങളാണ്, ഒരു പീസായിട്ട് ആ ഷേപ്പിൽ തന്നെ വെച്ചേക്കണതാണ്. അപ്പോൾ അതൊക്കെ നല്ലപോലെ തുടച്ച് അതിലുള്ള അഴുക്കുകളും കളഞ്ഞ്, പിന്നെ ആ ഒരു ബ്ലാക്ക് കളറിലെ ഒരു ഇതിരിക്കുന്ന കണ്ടില്ലേ, മൂടി പോലെ. അപ്പോൾ അതും ഓയിലിൻ്റെ ഇതനുസരിച്ച് അത് പൊങ്ങുകയും താഴേക്ക് ചെയ്യണതാണ് നമ്മൾ തയ്ക്കുമ്പോൾ. അപ്പോൾ ആ ഒരു ഇതും കൂടെ നല്ലപോലെ അഴുക്കൊക്കെ കളഞ്ഞ് തുടച്ച് വെച്ചിട്ടാണ്. അതുപോലെ ഇവിടെ രണ്ടിടത്തും ഈ മെഷീൻ ഉറപ്പിക്കുന്ന ആ ഒരു ഭാഗമുണ്ട്, അതിൻ്റെ ഉള്ളിലും ഓയിലിങ്ങനെ കിടക്കും. അപ്പോൾ അവിടെയും നല്ലപോലെ ഉരച്ച് തുടച്ചൊക്കെ എടുത്തേ. അത് കഴിഞ്ഞ് പിന്നെ എല്ലായിടവും നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം പിന്നെ ഇതിൽ ലോ എന്നും ഹൈ എന്നും, ഈ പൊങ്ങിയിരിക്കുന്ന ഭാഗത്ത് ലോ എന്നും ഹൈ എന്നും എഴുതിയിരിക്കുന്നുണ്ടോ. അപ്പോൾ അവിടെ ആ 2 ലൈൻ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ലെവലിലാണ് നമ്മൾ ഓയിൽ ഒഴിക്കേണ്ടത്. ഈ ലോയുടെ അടിയിലേക്ക് പോവരുത്, ഹൈയുടെ ആ ഒരു ലെവലിൽ വേണം നിൽക്കാനായിട്ട്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പം ആ ഹോള് ആ സ്ക്രൂ വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ചിട്ടാണ്. അതിലൊരു വാഷറുണ്ട്. അപ്പം വാഷർ പൊട്ടാതെ നോക്കണം. ഒരുപാട് ടൈറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ അത് വാഷർ പൊട്ടിപ്പോവും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തിട്ട് ആ ഒരു ഭാഗം മാത്രം, ആ സ്ക്രൂ ഇരിക്കുന്ന കുറച്ച് ഭാഗം മാത്രം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് നോക്കുക താഴെ ഓയിൽ ലീക്ക് ആകുന്നുണ്ടോ എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് പിന്നെ ബാക്കി എല്ലാ ഭാഗത്തേക്കും ഈ ഹൈയുടെ ഒരു ലെവൽ വരെ ഓയിൽ ഒഴിച്ചത് കേട്ടോ. എന്ത് നീറ്റായിട്ടുള്ള പച്ചവെള്ളം പോലത്തെ ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. പക്ഷേ തയ്ച്ചൊക്കെ വരുമ്പോഴേക്കും ഇങ്ങനെ ഈ ഒരു ബ്രൗൺ കളറിൽ ഓയിലാകുന്നുണ്ട്. അപ്പം ഇത്തയുടെ വീഡിയോയിൽ ഞാൻ കമൻറ്റിൽ ഇങ്ങനെ കണ്ടായിരുന്നു, കുറേ പേര് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ കളർ വരില്ല എന്ന്. പക്ഷെ ഇങ്ങനെ കളർ ആകുന്ന, ബ്രൗൺ കളർ ആകും എന്ന് തന്നെയാണ് ഞാനും കേട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കളർ ആകാൻ നിൽക്കരുത്, അതിന് മുന്നേ മാറ്റണം എന്നാണ് എന്നോട് വാങ്ങിച്ച ആ ഷോപ്പിലെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഈ സംഭവങ്ങളൊക്കെ മറന്നുപോയി. ഇത് ക്ലീൻ ചെയ്യണ സമയത്താണ് ഇതിനെപ്പറ്റിയൊക്കെ ഓർത്തതും മനസ്സിലേക്ക് ഇതൊക്കെ വന്നത്. അപ്പോൾ ഞാൻ മെഷീൻ വാങ്ങിച്ചിട്ട് ഏതാണ്ട് 1 വർഷത്തിൽ മേലെ ആയി. അപ്പോൾ അതുകൊണ്ട് അന്ന് കേട്ട കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ല.
പിന്നെ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തയ്ക്കൊന്നുമില്ല. സ്ക്രൂ ഇരിക്കുന്ന ഭാഗത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് പോണുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, ലീക്ക് ആവണുണ്ടോയെന്ന്. അപ്പോൾ ലീക്ക് ആവണമൊന്നുമില്ല, നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തും കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ്. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് ആ ഒരു ലൈനിൻ്റെ അവിടം വരെ നോക്കിയായിരുന്നേ. അപ്പോൾ ആ ഹൈയുടെ ലൈനിൽ മുട്ടിയില്ല, അതിന് തൊട്ട് താഴെയായിട്ട് ഞാൻ നിർത്തി. ഇനി മിഷ്യൻ സാധാരണ പോലെ താഴ്ത്തി വെക്കാൻ പോവാണ്. അപ്പോൾ താഴ്ത്തുമ്പോൾ സെൻറ്ററിൽ മാത്രം പിടിച്ചിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. പവർ മെഷീൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടും. താങ്ക്